90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എന്തുവാ ഇവിടെ ഇരിക്കണേ? എന്തിവിടെ ഇരിക്കണേ? പണിയൊന്നും ചെയ്യണില്ലേ? ഒരു മൂടില്ല. അതെന്ത് മൂടില്ലാത്ത? അതെങ്ങനെ മൂട് വരും? മനസ്സിനെ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണത്. അതൊരു സ്വപ്നം കണ്ടാരില്ലേ പറഞ്ഞത്? ആ മതിയല്ലേ, അതോടെ പോയല്ലേ. ബാലു, ഈ മരണ സ്വപ്നം കാണുന്നത് നല്ലതാണ്. പഴമക്കാര് പറയാറുണ്ട് നമുക്ക് എന്തോ നല്ലത് വരാൻ പോണു, അതിനാണ് ആ മരണ സ്വപ്നം കാണുന്ന പറയണ. ആ ഇതൊക്കെ ചുമ്മാ വെറുതെ ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം. അങ്ങനെയാണ് പിന്നെ ഞാൻ മരിച്ചോയ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ മരിച്ചോയ എന്ത് ചെയ്യും? ഞാൻ വേറെ ഒന്നും നോക്കൂല. ഞാൻ പാറമട ചാവും. പിള്ളേർ എങ്ങനെയാണ് വളർന്നോളൂ. ഈ പാറമട ചടല്ല കേട്ടോ, ഭയങ്കര വെയിറ്റാ. എടുക്കാൻ പാടാ ചത്തില്ലെങ്കിൽ. എന്തോ നിങ്ങക്ക് ഒരു സ്വപ്നം കണ്ട അതും പറയാൻ പാടില്ലേ? നല്ല സ്വപ്നം കണ്ടത്. ഞാൻ പിന്നെ ആരോട് പറയും സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ? എന്തിനിപ്പോ പോണേ? എവിടെ പോണേ? ഇവിടെ ഇരിക്കുന്നേ, ഇവിടെ ഇരിക്കും. ചുമ്മാ ആവശ്യമില്ല മനസ്സിനായിട്ട്. എന്തേ നോക്കിക്കൊണ്ടിരിക്കണേ? എണീറ്റ് പടി. പെട്ടെന്ന് വരണ്ടേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ വാ, വായിന്ന് കൈയെടുക്ക്. ഇച്ചി കേട്ടോ. അവിടെ പോയിക്കോ. അടിക്കോ 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 അടിക്കോ. ഏത് കയ്യില? ചുമ്മാ വരയ്ക്കാനാ? ആനി പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പഠിക്കാം അമ്മ. പാറു അമ്മ പറ, ഏത് കയ്യില എല? കണ്ടുപിടിച്ചല്ല. എന്തമ്മ? അളക്കി മക്കള് എന്തമ്മ എന്ത് എത്ര നാളായി ഏത് കയ്യില കാണിച്ചു കൊടുക്ക്. അല്ലമ്മ, എത്ര നാളെ അമ്മ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സ്നേഹത്തോടൊക്കെ വന്നിരുന്നിട്ട്? അതെ, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടാറല്ലേ ഉള്ളൂ. ആര് പറഞ്ഞേ ദേഷ്യപ്പെട്ടാലും അമ്മയ്ക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവോ? ഉണ്ടാവൂല. അമ്മയ്ക്ക് എപ്പോഴും നിങ്ങളോട് സ്നേഹമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി സ്നേഹിക്കാൻ അമ്മയ്ക്ക് അറിയില്ല. അതായത് ചില ആൾക്കാർ സ്നേഹം കാണിക്കാൻ വേണ്ടി സ്നേഹിക്കില്ലേ, അത് അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് അമ്മയുടെ ശ്വാസം നിലച്ചാലും നിങ്ങളോടുള്ള സ്നേഹം പോകില്ല. ഇനി നിങ്ങൾ സ്നേഹിക്കേണ്ടത് പാർക്കുട്ടിയെ. അച്ഛനും അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെ പാർക്കുട്ടിയെ സ്നേഹിക്കണം. അല്ല, അച്ഛനും അമ്മ എവിടെ പോണു? അച്ഛനമ്മ എവിടെയും പോയിട്ടല്ല, അച്ഛനമ്മയെ സ്നേഹിക്കുന്ന പോലെ പാർക്കുട്ടിയെ സ്നേഹിക്കണമെന്നാ പറഞ്ഞേ. അല്ല, ഇപ്പൊ എടുത്തു പറയാൻ കാര്യം എന്ത്? എടുത്തു പറയാൻ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഈ ചില സ്വപ്നങ്ങളൊക്കെ വെളുപ്പാങ്കാലത്ത് കണ്ടാ ഫലിക്കുമെന്ന് പറയണ കേൾക്കാം. അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കുമാ, ഇതാണ് അമ്മയ്ക്ക് പ്രശ്നം. ഈ ഇത് പറഞ്ഞോണ്ടിരുന്ന ഞാൻ പെടം കൊണ്ടാനി എപ്പോഴും പറഞ്ഞോണ്ടിരിക്കല്ലേ? ഇത് കേട്ടോണ്ടിരുന്നോടാ നിങ്ങൾക്ക്? അമ്മ എന്ത് മൂടോട്ടാക്കാൻ വേണ്ടിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്? ഒരു സ്വപ്നം കണ്ടത് അങ്ങ് വിടുക അല്ലാണ്ട് അതും ആലോചിച്ചുകൊണ്ടിരിക്കും. വെറും സ്വപ്നം വിട്ടുള്ള ഞാൻ വിട്ടുള്ള, ഞാനതൊന്ന് ഓർത്തപ്പോ പറഞ്ഞു പോയി. എന്റെ പൊന്നെ, ഞാൻ വിട്ട്. ഓർക്കണ്ട. കൊച്ചിനെന്താ അമ്മയുടെ ആവശ്യത്തെ കാര്യം ആലോചിക്കണ്ട പറ കേട്ടോ. അമ്മ ആലോചിക്കണ്ട ആവശ്യമായിരുന്നു. കളിക്കാമേ, പഠിക്കാൻ പറയാ പറഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ പറയോട്. വാ കൊച്ചുങ്ങളെന്ന് പറ. തക്കനൊത്താണോ കള്ളിയാണോ? വാ. പറ. തിരക്കിലാണോ? എന്ത് തിരക്ക്? തിരക്ക് വെറുതെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? സമയം നമുക്ക് വേണ്ടി നിൽക്കുവോ? സമയത്തിന്റെ പുറകെ പോകാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെ ഓരോ തത്വങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ അച്ഛൻ അവിടെ ഡെസ്പായിട്ടിരിക്കണത്. അച്ഛൻ എന്ത് ഡെസ്പായിട്ടിരിക്കണ? അച്ഛൻ അവിടെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിപ്പുണ്ട്.
ആ അമ്മ പോയാ എല്ലാം പോയേന്ന് പറഞ്ഞോണ്ട് അവിടെ കിടപ്പുണ്ട്. അതെന്താ അങ്ങനെ നടക്കണ? ആ അച്ഛൻ ഒരുമാതിരായി പോയേട്ടാ. ഇനി ഈ മൂടി നശിനെ മാറ്റണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അമ്മയുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞമ്മ വേറെ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഒരു കാര്യം ചെയ്യ്, അമ്മ വന്നേ. അതപ്പാ ജോ ബാലു ബാലേ ബാലു എന്ത് കിടപ്പായി കിടക്കണേ? ചുമ്മാ എന്നിട്ട് പോയി ജോലി ചെയ്യ്. എന്താണ് അച്ഛനിങ്ങനെ കിടക്കണം? ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കിടക്കണോ? എന്ത് നിസ്സാര കാര്യം? അമ്മയല്ലേ ഈ വീട് മരണ വീടാക്കി? ഒരു കാര്യമില്ലാതെ വേറൊരു സ്വപ്നത്തിന്റെ പേരും പറഞ്ഞോണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നം മൊത്തം ഉണ്ടാക്കില്ലേ അമ്മ? അച്ഛാ എണീക്ക്. ഇതിന് മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ആരും മരിച്ചൊന്നുമില്ലല്ലോ. പിന്നെന്താ വെച്ചാ ഇങ്ങനെ കിടക്കുന്ന എണീക്കച്ചാ. ബാലേ ഒരു സ്വപ്നം കണ്ട കാര്യം ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ കയറി കിടക്കണോ? ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ അതിന്? മനസ്സെന്താ നിങ്ങക്ക് കട്ടിയില്ലേ? ബാലു അതങ്ങ് വിട്. അത് ഇത്ര ഇതായിട്ട് എടുത്താലോ, ഇത്ര വലിയ കാര്യമായിട്ട് അത് എടുത്താലോ എങ്ങനെയാ? പിന്നെ ഞാൻ സ്വപ്നം കണ്ടാ ഞാൻ പിന്നെ ആരോട് പറയാനാ? ഞാനൊരു കാര്യം പറയട്ടെ. മനസ്സെന്തോ അല്ല, ഈ ചില യാഥാർത്ഥ്യങ്ങളൊന്നും ഇങ്ങനെ വിളിച്ച് പറയരുത്. അമ്മ സത്യം പറഞ്ഞാലേ അച്ഛന് ഞങ്ങളൊന്നും ഒന്നുമല്ല. അമ്മ എന്ന് പറഞ്ഞ അച്ഛൻ ചാവും, അറിയോ? ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്തെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോൾ ഒന്നിന് പറയാൻ 9 ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ പിന്നെ ആ ഒന്ന് ആലോചിക്കാണ്ടിരുന്നാ പോരെ? അപ്പൊ 9 ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കൂലല്ലോ. അതെങ്ങനെ? വേറെ ഒന്നും അല്ല. നിന്നു മനസ്സ് പറ്റില്ലടാ. ഞാൻ നിങ്ങത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ എന്താ അത് പറ. എന്താ പ്രശ്നം? പ്രശ്നം മനക്കെട്ടിയില്ല. അപ്പൊ പിന്നെ അതിങ്ങനെ ആലോചിച്ച് നിൽക്കല്ലേ പ്രശ്നം എന്ന് പറഞ്ഞേ. ഞാൻ പറയാം. അച്ഛന്റെ മനസ്സിനെ മുഴുവൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. അമ്മ ഇങ്ങനെ മല പോലെ അച്ഛൻ്റെ തിരിക്കുമല്ലേ. ഇതാണ് പ്രശ്നം. അമ്മക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാണ് അച്ഛന്. ഇങ്ങനെ മല പോലെ ഇരിക്കണേ നോക്കണ്ട. ഇതങ്ങോട്ട് മറിഞ്ഞു വീഴാൻ പറ്റിയ നേരമൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പടവലത്തെ വസ്തുവൊക്കെ കുട്ടപ്പിള്ള എൻ്റെ പിള്ളേരെയും പേര് എഴുതി. നീ ഇത് മാമനെ വിളിച്ചപ്പോ തന്നെ പറയൂ. എല്ലാരും കൂടെ ചേർന്നുള്ള തരലായിരുന്നല്ലേ? അറിഞ്ഞില്ലായിരുന്നു. സോറി ചേട്ടാ, അറിഞ്ഞില്ല. ഓട്ടം. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്ത് ചെയ്യും? ഓ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അതും. നീ ആയിട്ട് ഇങ്ങനെ ചെന്ന് സ്വത്തൊക്കെ എൻ്റെ മക്കളുടെയും പേരിൽ എഴുതി തരാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം.